ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ടേസ്റ്റി നാടൻ ഒരു മീൻകറി ആക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കിളിമീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് ഉപ്പും മഞ്ഞളും വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്. വളരെ കുറവ് മതി. അതുപോലെ കശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുടംപുളി, അതുപോലെ നമ്മൾ സാധാരണ പുളി രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യും. പിന്നെ ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. അതുപോലെ പിങ്ക് സോൾട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ട് നമ്മളൊരു മൺചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് എല്ലാ കഷ്ണങ്ങളും മുറിച്ചത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി എല്ലാം മുറിച്ചത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ആഡ് ചെയ്യും. പിന്നെ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം മതി. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ്സിൽ കുറവായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് അടിച്ചിട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ വേവാൻ വേണ്ടി വെക്കും. ഈ സമയത്ത് നമുക്ക് മറ്റേ ചെറിയ അടുപ്പിൽ ഒരു കട്ടി പാത്രം വെച്ചിട്ട് ഈ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ കറിയുടെ. ഇനി ഈ മൂപ്പിച്ച മുളക് പൊടിയും തേങ്ങയും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ വളരെ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ഇല്ല, അത്രയും കുറവ് മതി. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മളുടെ കറിയിലേക്ക് മിക്സ് ചെയ്യുക വേണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇതുപോലെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫിഷ് ആഡ് ചെയ്യും. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യും. കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്തത്. എന്നിട്ട് ഈ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചട്ടി ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്കത് എടുത്തിങ്ങനെ കറക്കി എടുക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി അങ്ങനെയാണ് മീൻകറിയൊക്കെ മിക്സ് ചെയ്യുക. അധികം തവിയിട്ട് മിക്സ് ചെയ്താൽ ഫുള്ളായിട്ട് ഉടഞ്ഞു പോകും കഷ്ണങ്ങൾ. ഇനിയിപ്പോൾ ആ അരപ്പും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചിട്ട് ഒന്ന് തിള വരുന്നവരെ വേവിക്കുക. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡിയാവും. ഇതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ തൂവിക്കൊടുക്കും. അപ്പം നമ്മൾ നല്ല മീൻകറി റെഡിയാണ്. ഇത് നല്ല പാലക്കാടൻ മട്ട റൈസിൻ്റെ ഒപ്പരമൊക്കെ സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന്. അപ്പോൾ താങ്ക്